ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളത്ത് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടന്നു. കൂത്താട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ നടന്ന വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും ക്വിസ് മത്സരവും എറണാകുളം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ടെസി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റിൽ വളരെയധികം ഇലക്ട്രിക്കൽ അപകടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലായ്മ ചെയ്യാനും കൂടിയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് കഴിഞ്ഞ വർഷം 2023-24 വർഷം 205 പേര് വൈദ്യുത അപകടങ്ങൾ മൂലം മരണപ്പെടുകയും 109 പേര് ഭാഗികമായി ഷോക്കേറ്റ് ചികിത്സയിലും അല്ലാതെയൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ സൈറ്റിൽ പോയി അന്വേഷിച്ച് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ വർഷത്തെ എയിം എന്ന് പറയുന്നത് ആക്സിഡൻറ്റ് ഏറ്റവും കുറയ്ക്കുക, 0 ആക്സിഡൻ്റ് ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എയിം. അത് പോസിബിൾ ഇല്ല, കാരണം വൈദ്യുതി ലൈനുകളുടെ ഘടനയും ഏതൊക്കെ സ്ഥലങ്ങളിൽ കടന്നു പോകുന്നു, നമ്മുടെ ഉപയോഗം എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് വളരെയധികം ആളുകളെ ഈ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് അവബോധം നടത്തേണ്ടതും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമാണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമല്ല എല്ലാ മനുഷ്യൻ്റെയും. കാരണം വൈദ്യുതാപകടം മൂലം ഒരു ജീവൻ പൊലിയുന്നത് വളരെ വളരെ കഷ്ടമായ ഒരു കാര്യമാണ്. കാരണം ഒരു കുടുംബം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് വൈദ്യുതി ഇല്ലാതെ ജീവിക്കാനാവില്ലല്ലോ. അപ്പം യാതൊരു അപകടവും ഉണ്ടാകരുത്. അതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം വൈദ്യുതി അപകടത്തെ? വൈദ്യുതി സുരക്ഷാ വാരാചരണത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലുമായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടന്നുവരികയാണ്. വൈദ്യുത അപകടങ്ങളും മരണവും കൂടി വരുന്ന സാഹചര്യത്തിലാണ് സേഫ്റ്റി സ്റ്റാർട്സ് ഫ്രം സ്കൂൾ എന്ന പദ്ധതിയിലൂടെ സ്കൂൾ തലം മുതൽ ബോധവൽക്കരണ പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. എറണാകുളം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ NM സൂരജ് വിദ്യാർത്ഥികൾക്കായി വീടുമായി ബന്ധപ്പെട്ട വൈദ്യുതി സുരക്ഷാ ഉപകരണങ്ങളുടെ പരിചയപ്പെടുത്തലും അപകടങ്ങളെ നേരിടേണ്ട വിധവും വിവരിച്ചു നൽകി. റെഡ് സിമ്പിൾ കാണിച്ചേക്കണം കേട്ടോ, അതാണ് ഐസൊലേറ്റർ. മെയിൻ സ്വിച്ച് എല്ലാം മാറിയത് പണ്ട് കാലങ്ങളിലായിരുന്നു. റെഡ് കാണിച്ചിരിക്കുന്നത് ഐസൊലേറ്റർ, അതേപോലെ ബ്ലാക്ക് അല്ലെങ്കിൽ നീല കാണിച്ചിരിക്കുന്നത് ബ്രേക്കേഴ്സ് ആയിരിക്കും. ഫ്യൂസിന് പകരം ബ്രേക്കറായിട്ട് മാറി. മെയിൻ സ്വിച്ചിന് പകരം എന്തായി? ഐസൊലേറ്ററായി. മെയിൻ സ്വിച്ചിന് പകരം ഐസൊലേറ്ററായി, ഫ്യൂസിന് പകരം ബ്രേക്കേഴ്സായി. പിന്നെ ഒരു എഫിഷ്യൻറ്റ് എക്യുപ്മെൻ്റാണ് ELCB എന്ന് പറയുന്നത്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ആദ്യം കാണിച്ചിട്ടില്ലേ? അതായത് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടോ? നമുക്ക് വേണം. നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് വയ്ക്കാറില്ലേ? അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ELCB. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഷോക്ക് വന്നു കഴിഞ്ഞാൽ 30 മില്ലി ആംപിയർ എവിടെയെങ്കിലും ഒരു ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ELCB ഉടനെ ട്രിപ്പാവും, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ELCB ഇല്ലാതെ ഒരു വീടും നമ്മൾ എനർജൈസ് ചെയ്യരുതെന്നാണ്. ബോധവൽക്കരണ ക്ലാസ്സിനു ശേഷം വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ക്വിസ് മത്സരവും നടന്നു. തുടർന്ന് വിജയികൾക്കുള്ള സമ്മാനദാനം ഉദ്യോഗസ്ഥർ നിർവഹിച്ചു. നമ്മുടെ ജില്ലയിൽപ്പെട്ട ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട്. അതേതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഞങ്ങളുടെ ഇൻസ്പെക്ടറേറ്റ് ഓഫീസിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ പോകേണ്ട ഒരു സ്ഥാപനമുണ്ട്. അതേതാണെന്നറിയാമോ? നിങ്ങൾ അതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ജില്ലയിൽപ്പെട്ട പ്രോജക്റ്റ്, അതായത് ഇടുക്കി ജില്ലയിലാണ് മറ്റെല്ലാ പ്രോജക്റ്റുകളും. നമ്മുടെ ജില്ലയിലുണ്ടോ? ഒരു ക്ലൂ തരാം. ഇടയ്ക്കിടയ്ക്ക് അവിടെ ആനയൊക്കെ ഷോക്കടിച്ച് മരിക്കാറുണ്ട് ആ ഭാഗത്ത്. അപ്പോഴും ഞങ്ങൾ അവിടെ പോവാറുണ്ട്. ഇടമലയാർന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് നമ്മുടെ ജില്ലയുടെ എൻഡിലിരിക്കുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. അത് 75 മെഗാവാട്ടാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പത്രത്തിൽ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കണം. ആക്സിഡൻ്റ് ആണെങ്കിലും ജലവൈദ്യുത പദ്ധതികളാണെങ്കിലും ഇപ്പം നമ്മുടെ റീയൂസ്ഡ് വൈദ്യുതികൾ സോളാറിനെ പറ്റിയൊക്കെ ആണെങ്കിലും അതിൻ്റെ ഓരോ താരീഫുകൾ ചേഞ്ചുകൾ എന്തൊക്കെ നമുക്ക് റിന്യൂവബിൾ സോഴ്സ് ഉപയോഗിക്കാം എന്നുള്ളതിന്. അധ്യാപകനായ S. അഭിജിത്തിന്റെ മേൽനോട്ടത്തിലാണ് ക്ലാസുകൾ നടന്നത്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം. എന്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നതെന്ന്. എനിക്ക്
എനിക്കിതൊരിക്കലും ഒരു നഷ്ടമല്ല, എന്റെ ഉത്തരവാദിത്തമാണ്. ഫീസ് പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അച്ചായൻസ്. അന്ന് കണ്ണു നിറഞ്ഞു നിന്ന എന്റെ കൈകളിലേക്ക് ഫീസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: മോളൊരു ഡോക്ടറാകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത്, പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും. അതല്ലേ മോളെ യഥാർത്ഥ ആതിരസവൻ എന്ന് പറയുന്നത്? അതാവണം. നന്മയ്ക്കായി നാടിനൊപ്പം അച്ചായൻസ് ഗോൾഡ്.